CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം. അതും ഹൈദരാബാദ് എഫ്സിക്കെതിരായിട്ട് ഹൈദരാബാദിന്റെ തട്ടകത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഇന്ന് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം എത്തിയിരിക്കുകയാണ്. ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള ഈ ഒരു മത്സരം വളരെയധികം നിർണായകം തന്നെയാണ്. കാരണം എന്താണ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും കൂടുതൽ താരങ്ങളൊന്നും ഇന്നത്തെ ഈ മത്സരത്തിൽ കളിക്കുകയില്ല. കൂടാതെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ അഡ്രിയാൻ ലൂണ കളിക്കുമോ ഇല്ലോ എന്നൊക്കെ നിലവിൽ ആരാധകർക്ക് സംശയകരവുമാണ്. ഏതായാലും ഹൈദരാബാദ് എഫ്സിയുടെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെയും മാച്ചിന്റെ സ്റ്റാറ്റസ് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും കാലമായിട്ടും ഇരു ടീമുകളും 10 മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 5 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിച്ചപ്പോൾ 5 മത്സരങ്ങൾ ഹൈദരാബാദ് എഫ്സിയും വിജയിച്ചിട്ടുണ്ട്. ഇനി തോൽവിയുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 5 മത്സരങ്ങൾ ഹൈദരാബാദ് എഫ്സിയും അതേസമയം 5 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും തോൽവി വാങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു 10 മത്സരങ്ങളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരെ നേടിയ ഹൈദരാബാദ് എഫ്സിയുടെ ഗോളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 11 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ഹൈദരാബാദ് എഫ്സി ഇത്രയും കാലമായിട്ടും നേടിയിട്ടുള്ളത്. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ എടുത്തു നോക്കുകയാണെങ്കിൽ 10 മത്സരങ്ങളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 13 ഗോളുകളോളം ഹൈദരാബാദ് എഫ്സിയെ തോൽപ്പിച്ചുകൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു ISLന്റെ 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ തട്ടകത്തിൽ വെച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ഹൈദരാബാദ് എഫ്സിയും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നപ്പോൾ ഒന്നാം പാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഹൈദരാബാദ് എഫ്സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് ഒന്ന് കടക്കാം. ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കുവാൻ വേണ്ടി സാധാരണ പോലെ തന്നെ ലാറ ശർമ്മയാണ് ഉണ്ടാവുക. ഇനി പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രീതം കോട്ടാൽ, മിലോസ് റിൻസിച്ച്, മുഹമ്മദ് അസർ, സൗരവ് മണ്ഡൽ എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. സെന്റർ ബാക്കുകളായിക്കൊണ്ട് പ്രീതം കോട്ടാലും മിലോസ് റിൻസിച്ചും കളിക്കുമ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് മുഹമ്മദ് അസറും റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സൗരവ് മണ്ഡലും കളിക്കാനാണ് സാധ്യതയുള്ളത്. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാനിഷ് ഫാറൂഖ്, വിപിൻ മോഹനൻ, രാഹുൽ KP, ഡൈസുകെ സക്കായി എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത്. സെന്റർ മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് ഡാനിഷ് ഫാറൂഖും വിപിൻ മോഹനനും പന്ത് തട്ടുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ രാഹുൽ KPയും റൈറ്റ് വിങ്ങിൽ ഡൈസുകെ സക്കായിയും പന്ത് തട്ടാനാണ് സാധ്യത കാണുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ സൂപ്പർ താരങ്ങളായ നിഹാൽ സുധീഷും കൂടാതെ തന്നെ ഇഷാൻ പണ്ഡിതയും അണിനിരക്കാനാണ് സാധ്യതയുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഇഷാൻ പണ്ഡിത വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അഥവാ ഇന്ന് നടക്കാൻ പോകുന്ന ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ആദ്യ 11-ൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ഇഷാൻ പണ്ഡിതയെ കൊണ്ടുവരാൻ ചാൻസ് കൂടുതലാണ്. കൂടാതെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടുവാൻ അഡ്രിയാൻ ലൂണ എന്ന മജീഷ്യൻ ഉണ്ടാവുമോ എന്ന് ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലൂണ പന്ത് തട്ടുകയില്ല എന്നാണ്. കാരണം ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങിയാൽ താരത്തിന് ഒരു പക്ഷേ യെല്ലോ കാർഡ് ലഭിക്കുകയാണെങ്കിൽ അടുത്ത മത്സരം താരത്തിന് സസ്പെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുകയില്ല. ഏതായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടാതെ തന്നെ നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും കൂടാതെ തന്നെ ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ വന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുവാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.